പക്ഷേ ഇതേപോലെ തന്നെ ഈ ആദിവാസി ഭൂമി പ്രശ്നം തീർത്തും വേറെ ഒന്നാണ്. ദളിത് കമ്മ്യൂണിറ്റികൾക്ക് ഭൂമി കൊടുക്കരുത് എന്നുള്ളതൊരു നിയമമായിരുന്നെങ്കിൽ ആദിവാസികൾക്ക് ഭൂമി ഉണ്ടായിരുന്നു ശരിക്കും. അതെ അതെ. ആദിവാസികളുടെ ഭൂമി യഥാർത്ഥത്തിൽ കയ്യേറിയത് കയറിയിട്ട് കയ്യേറി പിടിച്ചു. കാരണം ആദിവാസികൾ യഥാർത്ഥത്തിൽ കാടിനെ സംരക്ഷിച്ചുകൊണ്ട് ഒരു പരിസ്ഥിതി സൗഹൃദ ജീവിതം നയിക്കുന്ന ഒരു സാമൂഹ്യ വിഭാഗങ്ങളാണ്. ജൈവിക ജീവിതം എന്ന് വേണമെങ്കിൽ പറയാം. അതെ. പക്ഷെ അവിടെ കയറി അധിനിവേശം നടത്തി അവരുടെ ആവാസ വ്യവസ്ഥയും അവരുടെ ലൈഫ് സ്റ്റൈല്, അവരുടെ ഒരു സംതൃപ്തവും ആരോഗ്യകരമായ ഒരു ജീവിതത്തെ തകർക്കുകയും ചെയ്തു. അവരുടെ ഭൂമിയും കൈവശപ്പെടുത്തി. എന്നിട്ട് അവരുടെ നഷ്ടപ്പെട്ട ഭൂമിക്ക് വേണ്ടി സമരം നടത്തുമ്പോൾ അവരെ അതിക്രൂരമായി തല്ലിച്ചതക്കുന്നതാണ് അരിപ്പയിലും അതേപോലെ തന്നെ പിന്നെ മുത്തങ്ങയിലൊക്കെ നമ്മൾ കണ്ടത്. നിലമ്പൂർ നടന്നുകൊണ്ടിരിക്കുന്ന സമരം, ആദിവാസി സമരത്തിൻ്റെ അവിടുന്ന് ഈ സ്കൂൾ തുറക്കുന്ന സമയത്ത് കുട്ടികളൊരു കത്ത് എഴുതിയിട്ടുണ്ട് വിദ്യാഭ്യാസ മന്ത്രിക്ക്. ഞങ്ങളെ ഒപ്പമുള്ള കുട്ടികളെല്ലാം സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾക്ക് സ്കൂളിലേക്ക് പോകാൻ കഴിയുന്നില്ല. ഞങ്ങളുടെ അമ്മമാരൊപ്പം മറ്റു കുട്ടികളൊക്കെ അമ്മമാരൊപ്പമാണ് രാത്രി കടന്നുറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ അമ്മമാർ മലപ്പുറത്ത് കലക്ട്രേറ്റ് പഠിക്കലാണുള്ളത്. സമരം ഇപ്പോൾ എത്ര ദിവസമായി? മുമ്പ് 314 ദിവസം നിരാഹാരം കടന്ന് ആ സമരത്തെ ഒപ്പിട്ട് അത് പരിഹരിച്ചു എന്ന് പറഞ്ഞ കലക്ടർ അത് 1 വർഷം പിന്നിട്ടിട്ടും അത് നൽകാതിരുന്നപ്പോൾ വീണ്ടും 155 ദിവസമായി സമരത്തിലാണ്. അന്ന് കളക്ടർ 50 സെന്റ് ഭൂമി കൊടുക്കാമെന്ന്, 1 ഏക്കർ എന്നായിരുന്നു സമരത്തിന്റെ മുദ്രാവാക്യം. പക്ഷേ 50-ൽ അവർ സമ്മതിച്ചു, 60 കുടുംബങ്ങൾക്ക് നൽകാം. പക്ഷേ അതുപോലും ചതിയാണ്. യഥാർത്ഥത്തിൽ ആദിവാസി കുടുംബത്തിന് 1/2 ഏക്കർ കൊണ്ട് പറ്റില്ല. ആദിവാസി കുടുംബത്തിൻ്റെ വ്യവസ്ഥ അനുസരിച്ച് അവർ ഒന്നാമത് ഗോത്ര സമൂഹമായി ജീവിക്കുന്നവരാണ്. അവരുടെ ഒരു സാമൂഹ്യ വ്യവസ്ഥ അങ്ങനെയാണ്. ആ സാമൂഹ്യ വ്യവസ്ഥ പരിഗണിക്കാതെയാണ് അവർക്ക് ആദിവാസി കുടുംബത്തിന് കുറഞ്ഞത് 5 ഏക്കർ ഭൂമിയാണ് ആദിവാസി കുടുംബത്തിന് യഥാർത്ഥത്തിൽ കൊടുക്കേണ്ടത്.